എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഈ തങ്കയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലങ്കയിലല്ലേ പറയാ. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവർ ഈ വലങ്കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വ്യക്തിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളൂ. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലറായിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചിലർ. അല്ല, അപ്പൊ ഈ മണവാളൻ അനുസരിച്ച് ബോർഡെന്താ? ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു. എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണ്. അതുകൊണ്ട് എന്റെ മാർക്കറ്റ് നടക്കുന്നില്ല. നാട്ടിലൊരു ലേബർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാള സ്ഥലത്തുള്ള ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാനൊരു കന്യകനാണ്. ഞാൻ ഇന്നവരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങൾ പടക്കക്കാരുടെ ചാകരയാണ്. ചിരിയാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടി കോല. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നസ് ആയിരുന്നു. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ ഭൂമി തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന മക്കാപ്പിച്ച കാറ്റ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിന്നകത്ത് വാങ്ങാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? പേരിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ചു പൊളിച്ച് തീരും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു പോവും എന്നിരിക്കുന്നു കാണും. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണം. ബഹുമാനിക്കാൻ ശീലിക്കും. ചേരും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ് മണിവാനത്താ